നമസ്കാരം. ധൂർത്തും കെടുകാര്യസ്ഥതയും കൊണ്ട് ഭരണം തുടരുന്ന പിണറായി സർക്കാരിനെതിരെ പല ഭാഗങ്ങളിൽ നിന്ന് വിമർശനങ്ങൾ ഉയരുന്നുണ്ട്. എന്നാൽ സിനിമാ മേഖലയിൽ നിന്ന് അത്തരത്തിലുള്ള വിമർശനങ്ങൾ മുഖ്യമന്ത്രിക്ക് വളരെ കുറച്ചു മാത്രമേ കേൾക്കേണ്ടി വന്നിട്ടുള്ളൂ. പക്ഷേ ആ കാലവും കഴിഞ്ഞെന്ന തരത്തിലാണ് ഇപ്പോൾ കാര്യങ്ങളുടെ കിടപ്പ്. അതായത് ഇപ്പോൾ സംസ്ഥാന ടെലിവിഷൻ അവാർഡ് പ്രഖ്യാപനത്തിൽ സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി നടി സ്നേഹ ശ്രീകുമാർ രംഗത്തെത്തിയിരിക്കുകയാണ്. അവാർഡിനായി അയച്ച കോമഡി സീരിയലുകളിൽ തമാശ ഇല്ലെന്നാണ് പറയുന്നതെന്നാണ് സ്നേഹയുടെ ആരോപണം. കോമഡി സീരിയൽ എന്ന വിഭാഗം ഇല്ലാത്തതിനാൽ മറിമായം, അലിയൻസ്, വൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, സൂസു, ചക്കപ്പഴം തുടങ്ങിയിട്ടുള്ള പ്രോഗ്രാമുകളെല്ലാം കോമഡി പ്രോഗ്രാം വിഭാഗത്തിൽ തന്നെയാണ് എൻട്രി ചെയ്തിട്ടുള്ളതെന്ന് അവർ പറയുന്നു. ഈ ആക്ഷേപഹാസ്യ പരിപാടിക്ക് നിലവാരമുള്ള തമാശ ഇല്ല എന്ന കാരണമാണ് ജൂറി പറയുന്നതെന്ന് സ്നേഹ ചൂണ്ടിക്കാട്ടുന്നു. സ്നേഹ ശ്രീകുമാറിന്റെ വാക്കുകൾ ഇങ്ങനെയാണ്: സർക്കാരിന്റെ ടെലിവിഷൻ അവാർഡ് പ്രഖ്യാപിച്ചു. അതിൽ നിലവാരമുള്ള തമാശ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല എന്നാണ് പറയുന്നത്. പിന്നെ കോമഡി സീരിയൽ എന്ന വിഭാഗമില്ല. മറിമായം, അലിയൻസ്, വൈഫ് ഈസ് ബ്യൂട്ടിഫുൾ, സൂസു, ചക്കപ്പഴം തുടങ്ങിയിട്ടുള്ള പ്രോഗ്രാമുകൾ കോമഡി പ്രോഗ്രാം വിഭാഗത്തിലാണ് എൻട്രി ചെയ്യുന്നത്. നല്ല സീരിയൽ ഇല്ലതാനും. ഈ പരിപാടികളൊക്കെ ഒഴിവാക്കിയതാനും. എന്നിട്ട് ആക്ഷേപഹാസ്യ പരിപാടിക്ക് നിലവാരമുള്ള തമാശ ഇല്ല എന്നാണ് കാരണമുള്ളത്. സത്യത്തിൽ സർക്കാരിന് പൈസയ്ക്ക് ബുദ്ധിമുട്ടുള്ളത് കൊണ്ടാണോ ഇത്രയും പരിപാടികളെ ഒഴിവാക്കിക്കൊണ്ട് അവാർഡിനത്തിൽ ചെലവ് ചുരുക്കുന്നത്? നിലവിലുള്ള കാറ്റഗറിയിലല്ലേ ഈ പ്രോഗ്രാമുകൾ അയക്കാൻ പറ്റുള്ളൂ. അപ്പോ അവയെ പരിഗണിക്കേണ്ടതല്ലേ? മറിമായത്തിന് അവാർഡിന് അയച്ച എപ്പിസോഡുകളെല്ലാം ഒന്നിനൊന്ന് നിലവാരം ഉള്ളതും സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളതുമായിരുന്നു. ഇതിനു മുന്നേ പല വർഷങ്ങളിൽ മറിമായത്തിന് അവാർഡ് കിട്ടിയിട്ടുമുണ്ട്. കിട്ടാത്തതിന്റെ വിഷമമായി കാണണ്ട. മറിമായത്തിന് തന്നില്ലെങ്കിലും അർഹതയുള്ള മുകളിൽ പറഞ്ഞ ഏതെങ്കിലും പരിപാടിക്ക് കൊടുക്കാമായിരുന്നു. പിന്നെ പുറത്തു പറഞ്ഞ റിസൾട്ടിന്റെ ഫിക്ഷൻ എന്ന വിഭാഗത്തിൽ റിയാലിറ്റി ഷോ ഫോർമാറ്റിലുള്ള പരിപാടിക്കാണ് മികച്ച ഹാസ്യ പരിപാടിക്കുള്ള അവാർഡ് നൽകിയത്. ഫിക്ഷൻ ആവണമെന്ന നിർബന്ധം അപ്പോൾ ഈ ഫിക്ഷൻ വിഭാഗത്തിന് ഉണ്ടായിരുന്നില്ലേ? ഫിക്ഷൻ വിഭാഗത്തിൽപ്പെടുന്ന പരിപാടികൾ വേറെ ഉള്ളപ്പോൾ അവയെ പരിഗണിക്കാത്തത് എന്തുകൊണ്ടായിരുന്നു? എന്തെങ്കിലും പ്രൈവറ്റ് അവാർഡ് ആയിരുന്നുവെങ്കിൽ ഈ പ്രതികരണം ഒന്നും ഉണ്ടാകില്ലായിരുന്നു. പക്ഷെ ഇത് സർക്കാർ അവാർഡാണ്. അതുകൊണ്ട് തന്നെ ഇതിന്റെ നിയമാവലി എന്താണെന്ന് അറിയാൻ ഞങ്ങൾക്ക് താല്പര്യമുണ്ട്. പിന്നെ ഇങ്ങനെ ഒഴിവാക്കുമ്പോൾ അടുത്ത തവണ എൻട്രികൾ കുറയുമല്ലോ. കഴിഞ്ഞ തവണ സീരിയലുകളെ എല്ലാം ഒഴിവാക്കിയപ്പോൾ നല്ലൊരു വിഭാഗം ഇത്തവണ അവാർഡിന് അയച്ചിട്ടില്ല. എൻട്രി വരുന്നതിൽ നിന്നും നല്ലത് കണ്ടുപിടിക്കാനല്ലേ ജൂറിയുള്ളത്. എന്തായാലും മലയാളത്തിൽ നിലവാരമുള്ള ആക്ഷേപഹാസ്യ പരിപാടി ഇല്ല എന്നാണ് ജൂറി പറയുന്നത്. നിങ്ങളുടെ അഭിപ്രായം എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് ഇതിൽ കമന്റ് ചെയ്യാം. ഇങ്ങനെയായിരുന്നു അവർ പ്രതികരിച്ചത്.